തിരുവനന്തപുരം ആനാവൂരിൽ വിഷമുള്ളിൽ ചെന്ന ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. നെയ്യാറ്റിൻകര ആനാവൂർ ഷാജിയുടെ മകൻ ഷൈജുവിന്റെ മരണത്തിലാണ് കുടുംബം ദുരൂഹത ഉന്നയിക്കുന്നത്. അച്ഛനും മകനും വിഷമുള്ളിൽ ചെന്ന് മരിച്ചതാണ് ബന്ധുക്കളിൽ സംശയം ഉയർത്താൻ കാരണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മാരായമുട്ടം പോലീസിനെ സമീപിച്ചു. അതേസമയം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മാരായമുട്ടം പോലീസ് വ്യക്തമാക്കി. അച്ഛൻ്റെ കൂടെയായിരുന്നു എപ്പോഴും ചേട്ടൻ നിൽക്കുന്നത്. അപ്പം അച്ഛൻ കഴിഞ്ഞ മാസത്തിൽ മരിച്ചുപോയി. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വിഷത്തിൻ്റെ എന്തോ അംശത്തിലാണെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 19-ാം തീയതി ഇവിടെ വലിച്ചൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വലിച്ചൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അവൾ തന്നിട്ടുണ്ട്, എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഒട്ടും വയ്യ, എൻ്റെ ഉള്ളിൽ എന്തോ പോയിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയണില്ല, തീർത്ത് പറയണില്ല. അത് കഴിഞ്ഞ് അവൻ പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല, ഞാൻ മരിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ എന്താണെന്ന് അവനെ തീർത്ത് പറയണമെന്നില്ല, ഒന്നും ചെയ്യണമെന്നുമില്ല. അത് കഴിഞ്ഞ് വലിച്ച ആശുപത്രി കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യമെല്ലാം നടന്ന് അച്ഛനും ഇതേപോലെ വിഷം വഴിയാണ് ഉള്ളിൽ പോയാണ് മരിച്ചത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ വിഷം പോയി, രണ്ടുപേരും ഒരേപോലെ മരിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് കാര്യമെന്ന് അറിയാൻ പറ്റില്ല.